ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടുള്ള നാടൻ പലഹാരമായ സുഖിയനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ കുതിർത്തെടുത്തത്. കഴുകി കുതിർത്തെടുത്ത ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുക്കർ അടച്ച് 2 വിസിലടിക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കറക്റ്റ് വേവായിരിക്കും അപ്പോൾ. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങയും 3/4 കപ്പ് ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. അത് ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു. അതും കൂടി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. പയറിലേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് ശർക്കരപ്പാനി വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി എല്ലാം വറ്റി നന്നായിട്ട് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ശർക്കരപ്പാനിയിൽ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ശർക്കരപ്പാനി എല്ലാം വറ്റി നന്നായിട്ട് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ, ഒത്തിരി ലൂസാകാൻ പാടില്ല, എന്നാൽ കട്ടിയാകാനും പാടില്ല. അങ്ങനെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററിൽ നമുക്ക് കലക്കിയെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പൂണിൽ കോരിയെടുക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് ഇട്ടിരിക്കുന്ന രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചെറുപയർ നമുക്ക് ഈ ചെറിയ ഉരുളകളാക്കി എടുക്കാം. തണുത്തതിന് ശേഷം ചെറുപയറെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. എല്ലാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ ഓരോ ഉരുളകളും എടുത്ത് ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം വെന്തതാണ്. കോട്ടിങ് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. 2 സൈഡും മുരിയുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ മോദകം തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.